ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ സ്നാക്കുമായിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഷവർമ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക്, അതായത് ബ്രെഡ് കോൺ സമൂസ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് കോൺ സമൂസ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഷവർമ ഫില്ലിംഗ് വെച്ചിട്ടാണ് ഈ ഒരു സമൂസ റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ബോൺലെസ് ആണ് എടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചെല്ലാം മാറ്റം വരുത്തണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറച്ചധികമായിട്ട് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചേർത്ത് കൊടുത്തൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടു 1.5 ടേബിൾ സ്പൂൺ വരെയുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ചെറുനാരങ്ങയുടെ ഒരു പകുതി ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ മസാല നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി അധികം സമയമായിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചുരുങ്ങിയത് ഒരു 20 മിനിറ്റെങ്കിലും വെച്ചിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് എത്രയാണോ ആവശ്യം അതിന് കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ചിലവർ കൂടുതൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മുക്കി എടുത്തിട്ട് പൊരിച്ചെടുക്കും, ചില ആൾക്കാർ കുറച്ച് ഒഴിച്ചിട്ട് പൊരിച്ച്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇനി ഓയിലൊന്ന് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല, ഓയിലായാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടായി വരുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവൻ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം നമ്മൾ വേവിക്കാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു സൈഡ് ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, നല്ല രീതിയിൽ തന്നെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലവർക്ക് കുറച്ച് നന്നായിട്ട് ഉണക്കിയിട്ടൊക്കെ ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാനായിരിക്കും താല്പര്യം. ചിലവർക്ക് സോഫ്റ്റ് ആയിട്ടാണ് പൊരിച്ചെടുക്കാൻ താല്പര്യം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ 2 സൈഡും ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടെ. കാരണം എല്ലാ സൈഡുമായിട്ടൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ വേവിക്കാതെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കനാണെന്ന്. കാരണം ഇനി നമ്മൾ ഫില്ലിങ്ങിൽ വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് കഴിക്കുകയാണ് ചെയ്യുക ഫില്ലിങ്ങിൽ ഇട്ട് കൊടുത്തിട്ട്. കാരണം ഷവർമ ഫില്ലിംഗ് അല്ലേ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യണേ. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് എൻ്റെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കോരി മാറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഇതിന് അത്യാവശ്യം ചെറുതായിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് തന്നെയാണ് ഇട്ടെടുത്തത്. നമുക്കതാണ് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഷവർമ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജ് ഞാനൊരു അളവൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ ചിക്കനൊക്കെ എത്ര എടുക്കുന്നുണ്ട്, എത്ര സ്നാക്സ് റെഡിയാക്കുന്നുണ്ട്, അതിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഒരുപാട് സവാള വേണ്ട, കുറച്ച് മതി കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണെങ്കിൽ ഒരു പകുതി തക്കാളി മതി കേട്ടോ. ചെറുതായിട്ടുള്ള ഒരു പുളിഫുൾ ഫ്ലേവറിന് അതുണ്ടെങ്കിൽ തക്കാളിയുടെ ചെറിയൊരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇത്. അതുപോലെ തന്നെ ആ തക്കാളിയുടെ മിഡിൽ ഭാഗമില്ലേ, ആ കുരുവ് വരുന്ന ഭാഗം, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ്ങിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ടച്ച് വരും. ആ ഒരു കുരുവുള്ള ഭാഗം ചേർത്ത് കൊടുത്താൽ. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബ്രെഡ് പെട്ടെന്ന് നനവ് വരുന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണോ എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ മുറിച്ചെടുത്തിട്ടാണുള്ളത്. അത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സിയിലൊന്നും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാതെ ഇതുപോലെ കൈ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. മിക്സിയിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മയോണീസ് ചേർത്ത് കൊടുക്കാം. മയോണീസ് പിന്നെ ഞാൻ റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. അഥവാ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. ഞാനത് റെഡിയാക്കിയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മയോണീസ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. മയോണീസ് ഞാനൊരു കറക്റ്റ് അളവൊന്നും പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് മയോണീസായിട്ട് ചേർത്ത് കൊടുക്കരുത്. ആദ്യം കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മയോണീസ് ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാടായിട്ട് ചേർക്കാനും പാടില്ല, എന്നാലൊട്ട് തീരെ കുറയാനും പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടില്ല. കൂടുതൽ ക്രീമിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് നല്ലൊരു ഷവർമ ടച്ചുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തണേ. ഇപ്പം ഞാൻ ഏതാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മതി കേട്ടോ. കറക്റ്റാണ് മയോണീസൊക്കെ ഈ ഒരു പാകത്തിനായിട്ട് മതി. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എത്രയാണോ കോൺ സമൂസ റെഡിയാക്കുന്നത് അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കണേ. ഞാനിപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ട് ഒരു റോളർ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒരു ഷീറ്റ് പോലെ നല്ല നേർത്ത രീതിയിലാവുന്നവരെ ഒന്ന് പരത്തിയെടുക്കാം. എങ്കിലേ നമുക്ക് സമൂസ റോൾ ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാം. ഒന്നും മുറിഞ്ഞൊന്നും പോയില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു അറ്റ ഇതുപോലെ ഒന്ന് പിടിക്കുക. ഈ കോൺ ഭാഗം വരുന്നില്ലേ, എന്നിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മളൊരു കോണാക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക. ആ അടിയിലത്തെ അറ്റം പിടിച്ചെടുക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു നല്ല കോണായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഈ നടുവിലാണ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. എങ്കിലും നമുക്ക് ഈ ഫില്ലിങ് റെഡിയാക്കി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം നല്ലൊരു ഗമ്മാണ് കേട്ടോ ഈ ഒരു വെള്ളം എന്ന് പറയുന്ന ബ്രെഡിലേക്ക് നന്നായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ച് കിട്ടിക്കോളൂ. പിന്നെ ചിലവർ പറയുന്നൊക്കെ വെള്ളത്തോടൊന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മൈദയുടെ ഒരു ഗമ്മ് പോലെ ആക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വെള്ളം തന്നെ മതി, നല്ല പെർഫെക്റ്റ് ഗം തന്നെയാണ് കേട്ടോ. ഈ ഒരു ബ്രെഡിൽ കണ്ടില്ല, നന്നായിട്ട് ഒട്ടിക്കിട്ടുന്ന കണ്ടില്ലേ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ, അല്ലാതെ അടിയിലൂടെ മസാല ഇളകി വരും. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കണ്ടില്ലേ, പ്രസ്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മിഡിൽ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് നല്ല കുത്തി അമർത്തിയിട്ടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാണ് ബ്രെഡല്ലേ ഇത് മുറിഞ്ഞു വരും. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ മുകൾ ഭാഗം ഒന്ന് നമുക്ക് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ വെള്ളത്തോട് ഇതുപോലെ ഒന്ന് തൊട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു ബ്രെഡ് കോൺ സമൂസ എന്ന് ഇതാന്ന് പറയുന്നത്. ഒരു കോണായിട്ട് ഒരു സമൂസ ടൈപ്പൊക്കെ ആയിട്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ഭംഗിയിൽ തന്നെ, അതുപോലെ തന്നെ നന്നായിട്ട് ഒട്ടിയിട്ടില്ല. വെള്ളത്തോടഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇനി ബാക്കിയുള്ള ബ്രെഡും എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ ബ്രെഡ് കോൺസും റെഡിയാക്കി എടുത്തിട്ട് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കോഴിമുട്ട റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. സാധാ നോർമൽ ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് കോണില്ല നമ്മൾ റെഡിയാക്കി വെച്ച് അത് ഈ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അതുപോലെ തന്നെ ഞാൻ ഇതിൽ കോഴിമുട്ട ഒന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് കോൺഫ്ലവർ എന്തിനാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ മുഴുവൻ ബ്രെഡ് കോൺസ് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് കോൺസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്തതല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഫില്ലിംഗ് എല്ലാം നമ്മുടെ ഓൾറെഡി റെഡി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളൊന്നും നന്നായിട്ട് വെന്ത് കിട്ടണമെന്നും വേണ്ടല്ലോ, കാരണം ബ്രെഡും സാധാ ഒരു ഷവർമ ഫില്ലിങ്ങും അല്ലേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് കോൺ സമൂസ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, 2 ഭാഗം അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കിട്ടുന്ന രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. കണ്ടില്ല, ഈ ഒരു കളർ മതി കേട്ടോ. ഒരുപാട് ബ്ലാക്ക് ആയിട്ട് എടുക്കണ്ട. ഇപ്പം നല്ലൊരു ബ്രൗൺ കളറിൽ ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ, ഒരുപാട് ലോ ആവാൻ പാടില്ല, എന്നാലോട്ട് നല്ല ഹൈയോ ആവാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിം മതി. എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും ബ്രെഡിലൊക്കെ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞും പോകും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ ഫ്ലെയിമിൻ്റെ കാര്യം. പിന്നെ അടുത്ത് നിന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ മുഴുവൻ ബ്രെഡ് കോൺ സമൂസയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടില്ല, ഒന്നും പൊട്ടിപ്പോവോ ഒന്നും ചെയ്തില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനായിട്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കെച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്